ഹായ്, ഞാൻ ശ്രുതി. എല്ലാവർക്കും ശ്രുതിക ഡ്രീംസ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ യൂട്യൂബിലേക്ക് വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ യൂട്യൂബിനെ കുറിച്ച് അറിയുന്നത് 2015-16 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് തന്നെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് വീഡിയോസോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിലാകെ 2 വീഡിയോസ് ഉണ്ടായിരുന്നത്. ഒന്ന് വെൽക്കം പറഞ്ഞ വീഡിയോ, പിന്നെ വേറെന്തോ വീഡിയോ കൂടി. അങ്ങനെ 2 വീഡിയോസ് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ചാനൽ എടുത്തു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ള ശ്രുതിക ഡ്രീംസ് എന്നതിൻ്റെ ഈ ചാനൽ ഞാൻ വളരെ യൂട്യൂബിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് വീഡിയോസ് ഇടും എന്നതിന് ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് ചാനൽ നടത്തിക്കൊണ്ട് പോകാനുള്ള വീഡിയോസൊക്കെ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കി പ്രോപ്പറായിട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള പല സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇതിങ്ങനെ വീഡിയോസ് ഇട്ട് ഈ ചാനൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പതിയെ കിടക്കാം. ശ്രുതിക ഡ്രീംസ് എന്ന ഈ ചാനൽ എന്തായാലും കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല. ആകെ മൊത്തം ഈ ഇത്രയും വർഷത്തിനിടക്ക് എന്തായാലും ഒരു 5 കൊല്ലത്തിന് മേലെയായി, 5-6 കൊല്ലത്തിന് മേലെയായി ശ്രുതിക ഡ്രീംസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആദ്യത്തെ ചാനൽ 2015-16 കാലഘട്ടങ്ങളിലാണെങ്കിൽ കൂടി അത് കഴിഞ്ഞ് കുറേ കാലമൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഒരു 5 കൊല്ലം ഇപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ടിങ് ആയിട്ട് ഏകദേശം 5 കൊല്ലമായി തോന്നുന്നു. ഈ 5 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് ആകെ മൊത്തമുള്ള സബ്സ്ക്രൈബേഴ്സ് 441 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് വരാൻ തന്നെ ഷോർട്സാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഷോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഇന്നേ കണ്ടൻറ്റ് എന്നുള്ള ലെവലിലൊന്നുമല്ല ഷോർട്സ് ഇട്ടില്ല. എൻ്റെ ചാനൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചാനൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പരാക്രമങ്ങൾ മുഴുവനും ഞാൻ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തതിന് ഒരു 6 കാരണങ്ങൾ ഉണ്ട്. അതിലൊന്നാമത്തെ കാരണമാണ് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല, ഇടാൻ പറ്റാറില്ല. വീഡിയോസിന് പ്ലാനിങ് ഉണ്ട്. എനിക്കൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലാനർ തന്നെ യൂട്യൂബിന് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീഡിയോസ് എടുക്കാനുള്ള സാഹചര്യവും സമയവും എനിക്ക് കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ക്യാമറ, ഫോൺ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് എനിക്കിപ്പോൾ കുറച്ച് ക്ലിയറുള്ളൊരു ഫോൺ കിട്ടിയത്. അപ്പോൾ അപ്പം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പൊലിമ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോ ഫേസ് കാണിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നാണ് ആ ദിവസം എനിക്ക് അനുയോജ്യമായി വന്നിട്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിലൂടെ സംസാരിക്കാം. പിന്നെ വീഡിയോസ് വരാതിരുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇപ്പോൾ ചാനൽ സ്റ്റാർട്ടിങ് ആയ സമയത്ത് തേജു കുഞ്ഞായിരുന്നു. അപ്പോൾ തേജുവിനെയും കൂട്ടിയിട്ട് ട്രാവലിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട്, പുറത്തൊന്നും പോയി കറങ്ങി അടിക്കലൊന്നും നടക്കാത്തതുകൊണ്ട് ട്രാവലിംഗ് വീഡിയോസ് കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ അത് ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതും കൂടി ഇതിലേക്ക് പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൈസയാണ് മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, നമുക്കിപ്പോൾ ഒരു ഫാഷൻ ചാനലാണ് തുടങ്ങുന്നത്, ഡ്രസ്സ് വാങ്ങി അങ്ങനെ ഓർണമെൻറ്റ്സ് വാങ്ങി അങ്ങനത്തെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് അധികം ഫാഷനബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു ടൈലറിങ് പോലത്തെ നമുക്ക് 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലെവലിൽ മിഷൻ, ചോക്ക്, മെഷർമെൻറ്റ്, കത്രിക ഇതൊക്കെ വാങ്ങി വെച്ചാലും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ പുതിയ മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയ മെറ്റീരിയൽസിൽ ആവശ്യം വരും. അപ്പോൾ അതും നമുക്ക് കിട്ടാത്ത സാഹചര്യം, വാങ്ങാനുള്ള പൈസ ഒരു പ്രശ്നമായി വന്നതുകൊണ്ട് അപ്പോൾ അതും ഞാൻ പതിയെ ഒഴിവാക്കിയെന്നല്ല, 1-2 വീഡിയോസായിട്ട് എൻ്റെ കൈവിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് 1-2 വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് അച്ഛനമ്മ അനിയൻ ഞാൻ സുധിയാട്ടൻ തേജൂട്ടൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ശിവ ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല ശിവ വന്നിട്ട്, ശിവക്ക് 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ആൾക്കാരായിരുന്നു, നമ്മൾ 6 പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. 2 നില വീടാണ്. പക്ഷെ 2 നില വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എപ്പോഴും ആൾക്കാരുണ്ടാവും. ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം വന്നിട്ടാണ് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല, കാരണം സീരിയൽ ഉണ്ടാവും, ഇവർ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ടാവും, ഇതൊക്കെ നമുക്കതിലുണ്ടാവും. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാതാവുമ്പോൾ സങ്കടവും എല്ലാം വരും. പക്ഷെ നമുക്ക് ഇവരോട് പറയാനാവില്ലല്ലോ, എനിക്ക് വീഡിയോ എടുക്കണം, നിങ്ങൾ ഓഫാക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മോനോട് ഞാൻ പറയലുണ്ട്, സംസാരിക്കാതിരിക്കുക, അമ്മ വോയിസ് കൊടുക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ ഓന് പതിയെ അതിൻ്റെ ഒരു ഇത് മനസ്സിലായതിനു ശേഷം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പരമാവധി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മോൻ്റെ ഭാഗത്തുനിന്ന് സുധിയാറിൻ്റെ ഭാഗത്തുനിന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സ്ഥലത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ ഈ ചാനൽ നടത്തുന്ന നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയില്ല. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് നിർത്താൻ വേണ്ടിയിട്ടൊന്നും പറയലില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവരില്ലാതായ സമയത്ത് മാത്രം ഞാൻ വോയിസ് കൊടുത്ത് ഇതാക്കും. അപ്പോൾ സ്ഥലപരിമിതിയാണ് മറ്റൊരു കാരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്. പകലും ഞാൻ മറ്റൊരു ജോലിക്ക് പോകുന്നുണ്ട്. കടയിൽ ഒരു പരാഗ് എന്നുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോയ സമയത്തൊക്കെ അവിടുന്ന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അവിടുത്തെ മെറ്റീരിയൽ എടുത്തിട്ട് അടിക്കുന്ന സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാനിതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ചാനൽ വേണ്ടതുകൊണ്ട്. പിന്നെ ചാനൽ കുറച്ച് റീച്ചായത് ഷോർട്സ് വന്നതിന് ശേഷമാണ്. ഷോർട്സിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ റീലിന് കണക്കിന് ഇട്ടപ്പോഴാണ് കുറച്ചും കൂടി ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായത്. ഇപ്പോഴും വീഡിയോസ് എടുത്ത് വെച്ചത് പലതും എഡിറ്റ് ചെയ്യാണ്ട് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു സംസാരിക്കുന്ന വീഡിയോൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ തുടർച്ചയായിട്ട് ഇടാനുള്ള കുറച്ച് വീഡിയോസായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലെവൽ തന്നെ പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് പ്രത്യേകിച്ച് ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് സമയം, സ്ഥലം, പൈസ ഇതൊക്കെ നമ്മളെ ബാധിക്കുമെങ്കിലും നമുക്കൊരു ലക്ഷ്യം, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി ട്രൈ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി നമുക്ക് തുടരെയുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ വേറൊരു എളുപ്പം കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറയുക, ഞാൻ തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നിർത്താം. ബൈ, ടാറ്റാ.